പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്രകാശനേറ്റ അപ്രതീക്ഷിതമായ തോൽവിയെപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കിരണിനെയും കല്യാണിയെയും. ഇതേ തുടർന്ന് കാർത്തിക അവരെ കാണുന്നതിനായി തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് എത്തുകയും ഇതേ തുടർന്ന് കിരണിനോടും കല്യാണിയോടും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് താൻ ചെയ്തത് എന്നും സത്യാവസ്ഥ എല്ലാം തനിക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന നമ്മുടെ കാർത്തിക ഇതേ തുടർന്ന് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതേ സമയം തൻ്റെ അനിയത്തിയെ കാണാൻ സാധിച്ചതിൽ തനിക്കും വളരെയധികം സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നു കല്യാണി. മാത്രവുമല്ല, തൻ്റെ ബിസിനസിൻ്റെ മറ്റു കാര്യങ്ങളിൽ ഇനി കല്യാണിയുടെയും കിരണിൻ്റെയും സഹായം വേണമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാർത്തിക. ഇതേ തുടർന്ന് വീണ്ടും കാർത്തികയെ കാണുന്നതിനായി എത്തുന്ന പ്രകാശൻ കാർത്തികയെ മകളെന്ന് വിളിച്ചതിനെ തുടർന്ന് അങ്ങനെ ഒരിക്കൽ പോലും ഇനി തന്നെ വിളിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക പണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ. മാത്രവുമല്ല, ഇനി പ്രകാശന് ജോലിയോ മറ്റ് സൗകര്യങ്ങളോ തൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുകയില്ല എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു നമ്മുടെ കാർത്തിക. ഇതോടെ തകർന്നു പോയിരിക്കുകയാണ് പ്രകാശൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.